വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഓർ കൺവെൻഷൻസ് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗവും. അപ്പോൾ ഏതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അതിനു മുൻപ് എന്താണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്? അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ദ ബോഡി ഓഫ് ഡോക്ട്രീൻസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ദ തിയറി ആൻഡ് പ്രൊസീജിയർ ഓഫ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജനറലി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ഇറ്റ് ഈസ് എ റൂൾ ഓഫ് ജനറൽ ലോ അഡപ്റ്റഡ് ആസ് എ ഗൈഡ് ടു ആക്ഷൻ. എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇവിടെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Accounting is also based on usage and custom. In order to have universal acceptance, the practice of accounting has to follow the principles and convention. അപ്പോൾ നമുക്ക് ഒരു യൂണിവേഴ്സൽ ആക്സെപ്റ്റബിലിറ്റി ഉണ്ടാവണമെന്നാണെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് വരുന്നതാണ് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Revenue results out of sale of goods and services or activities incidental to the main activities of business. നമുക്കറിയാം, നമുക്ക് റവന്യൂ റിയലൈസേഷൻ ആണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. അതായത് നമുക്ക് റവന്യൂ റിയലൈസ് ചെയ്യുന്നത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഗുഡ്സിൻ്റെ സെയിലിലൂടെയാണ്, അല്ലേ? അതുപോലെ ആക്ടിവിറ്റീസ് ഇൻസിഡൻ്റൽ ടു ദ മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ പോയിൻ്റ് ഓഫ് ടൈം അറ്റ് വിച്ച് ദ റവന്യൂ ഈസ് ഏൺഡ്. അപ്പോൾ ഏത് ടൈമിലാണോ നമുക്ക് റവന്യൂ ഏൺ ചെയ്യുന്നത് അതിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദ റവന്യൂ ഏൺഡ് ഓർ റിക്കഗ്നൈസ്ഡ് അറ്റ് ദ പോയിൻ്റ് ഓഫ് സെയിൽ വെൻ ടൈറ്റിൽ ടു ദ ഗുഡ്സ് പാസസ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. അപ്പോൾ നമുക്ക് സെയിൽ നടന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഗുഡ്സ് ആർക്ക് എത്തിച്ചു കൊടുക്കണം? ബയ്യറിലേക്ക് ഈ ഗുഡ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അവിടെ സെയിൽസ് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക, അല്ലേ? അപ്പോൾ സെയിൽസ് റവന്യൂ എന്ന് പറയുന്ന, സെയിൽസ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ ആദ്യം വരുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ അവിടെ സെയിൽസ് ഉണ്ടായി, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിൻ്റെ കേസിൽ ഒരു സെയിൽസ് ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്മാന് അതിൽ നിന്നും റവന്യൂ കിട്ടും. അപ്പോൾ ഈ ഒരു റവന്യൂ റിയലൈസേഷൻ എന്ന പ്രിൻസിപ്പിളാണ് സെയിൽസ് റിയലൈസേഷൻ അല്ലെങ്കിൽ റവന്യൂ റിയലൈസേഷൻ എന്ന് പറയുന്നതാണ് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ കേസിൽ പറയുന്നത്. സെക്കൻഡ് വരുന്നത് വേരിഫിയബിൾ ഒബ്ജക്റ്റീവാണ്. It is also known as objective evidence concept. It expresses that entries in the accounting records and data recorded in financial statement must be capable of verification supported by some objective evidence. അതായത് നമുക്കിത് വെരിഫൈ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് വി ആർ പ്രിപ്പയറിംഗ് വേരിയസ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ എവിഡൻസ്. ഇറ്റ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ വേരിഫിയബിൾ പർപ്പസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഷുഡ് ബി യൂസ്ഡ് ആസ് എൻ എവിഡൻസ് ഇൻ ഫ്യൂച്ചർ. നമുക്ക് ഫ്യൂച്ചറിൽ അതൊരു എവിഡൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അക്കൗണ്ട്സ് ഒക്കെ സൂക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കത് ഒരു വേരിഫിയബിൾ ഒബ്ജക്റ്റീവാണ് തരുന്നത്. These characteristics of verifiability and objectivity ensures credibility and dependability of the recorded data. ഈ ഡേറ്റാസ് നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ദ വേരിഫിയബിൾ ഒബ്ജക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് വരുന്നതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ അവിടെ നമ്മൾ എന്തോ രണ്ട് കാര്യങ്ങളുടെ മാച്ചിങ്ങിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് കോസ്റ്റസ് ഓർ എക്സ്പെൻസസ് ഓഫ് എ ബിസിനസ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ് ആർ മാച്ച്ഡ് വിത്ത് ദ റവന്യൂ ഓഫ് ദാറ്റ് പീരിയഡ് ഇൻ ഓർഡർ ടു അസർടെയിൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്. ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് ഉണ്ടാവുന്ന
ഈ എക്സ്പെൻസസ് നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകവും അതുപോലെ എക്സ്പെൻസസുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ. നമുക്ക് എക്സ്പെൻസസ് കൂടുതലാണ് നമുക്ക് കൂടുതലായിട്ട് എക്സ്പെൻസസ് ആണ് വരുന്നത് നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകത്തേക്കാളും എന്ന് പറയുന്ന സമയത്ത് നമുക്കവിടെ എന്താണ് വരിക, ലോസാണ് വരിക. നേരെ മറിച്ച് നമുക്ക് റവന്യൂ കൂടുതലാണ്, എക്സ്പെൻസസിനേക്കാളും റവന്യൂ ആണ് കൂടുതലെങ്കിൽ നമുക്ക് ഇൻകമാണ്, എക്സ്പെൻസസ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് ലോസാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലേ. എപ്പോഴും നമ്മളൊരു മാച്ചിങ് പ്രിൻസിപ്പിൾ ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. റവന്യൂ പെർറ്റെയിനിങ് ടു എ പീരിയഡ് ഷുഡ് ബി കമ്പയർഡ് വിത്ത് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ ഏണിംഗ് ദാറ്റ് റവന്യൂ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, റവന്യൂ ഏൺ ചെയ്താൽ വി ഷുഡ് കമ്പയർ ദാറ്റ് റവന്യൂ വിത്ത് എക്സ്പെൻഡിച്ചറുമായിട്ട് നമ്മളവിടെ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് കോൺസെപ്റ്റ് ദാറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, എക്രൂഡ് ഇൻകം, prepaid expenses, unearned income, etc. while preparing financial statements at the end of an accounting period. അതായത് നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡിൽ നമ്മൾ പല എക്സ്പെൻസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, എക്രൂഡ് ഇൻകം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പല സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ മാച്ചിങ് പ്രിൻസിപ്പിൾ കൂടി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ അക്കൗണ്ടിങ് നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞു, പിന്നെ സെക്കൻഡ് ഏത് പറഞ്ഞു, വെരിഫിയബിൾ ഒബ്ജക്റ്റ് മാച്ചിങ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വരുന്നത് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളാണ്. ദിസ് കൺവെൻഷൻ ഡിമാൻഡ്സ് ദാറ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ യൂസേഴ്സ്. അപ്പോൾ ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ വേർഡ് മീനിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്, നമ്മൾ ഫുൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം എന്തായിരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ദിസ് കൺവെൻഷൻ ഡിമാൻഡ്സ് ദാറ്റ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഫാക്ട്സ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ യൂസേഴ്സ്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്ന നമുക്കൊരു എവിഡൻസ് ആണ്. അതുപോലെ തന്നെ വി ആർ ഗിവിങ് ഇൻഫോർമേഷൻ ടു ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, അവർക്കൊക്കെ നമുക്ക് പല ഇൻഫോർമേഷൻസും കൊടുക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ദർ ഷുഡ് ബി ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫോർമേഷൻ ടു വേരിയസ് പാർട്ടീസ് അല്ലേ, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ യൂസേഴ്സ്. അപ്പോൾ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്നും ഇൻഫോർമേഷൻ ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കണം നമ്മൾ അല്ലേ. അപ്പം ദ പ്രാക്ടീസ് ഓഫ് ഗിവിങ് എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് appended to accounting statements such as the method of valuation of stock, method of providing depreciation, debts due by the directors, contingent liabilities, etc. are in fulfillment of the convention of full disclosure. അതായത് നമ്മൾ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കണം അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും, അതുപോലെ നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ എത്രയാണ്, അതുപോലെ നമ്മൾ അസറ്റിന് വന്ന തേയ്മാനം, അതിനെയാണ് ഡിപ്രിസിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഏത് മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷനാണ് നമ്മൾ ഫോളോ ചെയ്തത്, അതുപോലെ തന്നെ നമ്മളെ ലാബിലിറ്റീസ് എന്താണ്, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഫുൾ ഡിസ്ക്ലോഷർ ഔട്ട്സൈഡേഴ്സിന് നമുക്ക് എന്തെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് ഇൻഫോർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വി ഷുഡ് എബൈഡ് ബൈ ദ പ്രിൻസിപ്പിളാണ്, നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡ്യുവൽ ആസ്പെക്റ്റ് ആണ്. ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ഒരു രണ്ട് ആസ്പെക്റ്റ് വരുന്നുണ്ടെന്ന് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ ഇഫക്റ്റ്. അപ്പം ഈ പ്രിൻസിപ്പിൾ പ്രകാരം എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ ഇഫക്റ്റ്. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, വിച്ച് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ ഇഫക്റ്റ്? വിച്ച് പ്രിൻസിപ്പിൾ? ഡ്യുവൽ ഇഫക്റ്റ് പ്രിൻസിപ്പിൾ. അതായത് എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും, ഒന്ന് ഗിവിങ് ആസ്പെക്റ്റും ഒന്ന് റിസീവിങ് ആസ്പെക്റ്റും. യു തിങ്ക് വെൻ യു ആർ സെല്ലിങ് ഗുഡ്സ് ടു എ പേഴ്സൺ, in this case there is giving aspect and receiving aspect. What is giving aspect?
we are selling the goods to certain person, that is giving aspect, and receiving aspect is the another person purchasing that product അല്ലേ. അപ്പോൾ ഇവിടെ രണ്ട് ആസ്പെക്റ്റും വരുന്നുണ്ട്. നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, ഗുഡ്സ് ആ ആൾ വാങ്ങിക്കുന്നു, അപ്പോൾ അവിടെ റിസീവിങ് ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റും നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഏതൊരു ട്രാൻസാക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഈ ഒരു ആസ്പെക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ, വി ആർ പേയിങ് സാലറി. ഇപ്പോൾ സാലറി പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ പേയിങ് ദി സാലറി ടു വർക്കേഴ്സ്. വർക്കേഴ്സ് ആർ റിസീവിങ് ദി സാലറി ആൻഡ് വി ആർ ഗിവിങ് ദാറ്റ് സാലറി. അപ്പോൾ ഇൻ ദിസ് കേസ് ഓൾസോ ദർ ഈസ് റിസീവിങ് ആസ്പെക്റ്റ് ആൻഡ് giving aspect. So every transaction, business transaction has a dual aspect. അപ്പം ഈ ഒരു ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ കേസിൽ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. അപ്പോൾ റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ, വെരിഫിയബിൾ ഒബ്ജക്റ്റീവ്, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ, ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ. ഇത്ര കാര്യം എല്ലാവർക്കും മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിളാണ്. ദിസ് പ്രിൻസിപ്പിൾ റിക്വയേഴ്സ് ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻസ് ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് ദർ എക്വിസിഷൻ കോസ്റ്റ്. അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് പ്രകാരം ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? അറ്റ് ദർ എക്വിസിഷൻ കോസ്റ്റ്, അതിൻ്റെ എക്വിസിഷൻ കോസ്റ്റ് അനുസരിച്ചായിരിക്കണം നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. The cost acquisition is the cost of purchase of asset and includes the expenses incurred in bringing them to the intended location and making them ready for use. അതായത് നമ്മൾ കോസ്റ്റ് എക്വിസിഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് അസെറ്റ്, അതുപോലെ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ബ്രിങ്ങിങ് ദം ടു ദ ലൊക്കേഷൻ, അതെല്ലാം അതിൽ വരും. But this principle requires that all transactions should be recorded at their acquisition cost എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ഈ ഒരു മോഡിഫയിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്ര പ്രിൻസിപ്പിൾ വരും. ഇത് കൂടാതെ ദർ ആർ സർട്ടൻ മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് ഓൾസോ ഇൻ ദ കേസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അതെന്താണെന്ന് കൂടി നമുക്കൊന്ന് പറഞ്ഞു പോവാം. അതിലാദ്യം വരുന്നതാണ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് വാട്ട് ഈസ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ? ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ഇമ്പോർട്ടൻസ് ഷുഡ് ബി അറ്റാച്ച്ഡ് ഓൺലി ടു ദ മെറ്റീരിയൽ ഫാക്ട്സ്, ഇഗ്നോറിംഗ് ഇൻസിഗ്നിഫിക്കൻറ്റ് ഡീറ്റെയിൽസ്. അതർവൈസ് അക്കൗണ്ടിങ് വിൽ ബി അൺനെസസറിലി ഓവർലോഡഡ് വിത്ത് മൈന്യൂട്ട് ഡീറ്റെയിൽസ്. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം വി ഷുഡ് പ്രൊവൈഡ് ഇമ്പോർട്ടൻസ് ടു ഓൺലി മെറ്റീരിയൽ ഫാക്ട്സ്. നമ്മൾ ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് മാത്രം ഇവിടെ റെക്കോർഡ് ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നമ്മളിതിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് വിൽ ബി അൺനെസസറിലി ഓവർലോഡഡ് വിത്ത് മൈന്യൂട്ട് ഡീറ്റെയിൽസ്. വളരെ ചെറിയ ഡീറ്റെയിൽസ് പോലും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് വിൽ ബി അൺനെസസറിലി ഓവർലോഡ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? വി ഷുഡ് പ്രൊവൈഡ് ഇമ്പോർട്ടൻസ് ഓൺലി ടു മെറ്റീരിയൽ ഫാക്ട്സ്. നീഡഡ് ഫാക്ട്സ് മാത്രം നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്താൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ദസ് ദ കോൺസെപ്റ്റ് ഓഫ് മെറ്റീരിയാലിറ്റി ഈസ് എ സബ്ജക്റ്റീവ് ടേം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഒരു സബ്ജക്റ്റീവ് ടേം ആണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺസിസ്റ്റൻസി. പ്രിൻസിപ്പിൾ ഓഫ് കോൺസിസ്റ്റൻസി അതായത് ദ അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് റിമെയിൻ ദ സെയിം ഫ്രം ഇയർ ടു ഇയർ. ഫോർ എക്സാമ്പിൾ, ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി റിമെയിൻ സെയിം ഫ്രം ഇയർ ടു ഇയർ ആഫ്റ്റർ ഇയർ അല്ലേ. അക്കൗണ്ടിങ് പ്രാക്ടീസസിന് വലിയ മാറ്റമൊന്നും വരില്ല. അപ്പം നമ്മൾ ഈ വർഷം ഫോളോ ചെയ്ത അതേ പ്രിൻസിപ്പിൾ തന്നെയായിരിക്കും നമ്മൾ അടുത്ത വർഷവും അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. അപ്പോൾ ഇതേ പ്രാക്ടീസാണ്, ദ സെയിം പ്രാക്ടീസ് ഈസ് ഫോളോയിങ് ഇൻ അനദർ ഇയർ ഓൾസോ അല്ലേ. ഇൻ ദ സെയിം വേ in the case of calculation of depreciation also we are charging depreciation following the same method year after year. അപ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ വരില്ല.
അല്ലേ? അതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഷുഡ് റിമെയിൻ ദ സെയിം ഫ്രം വൺ ഇയർ ടു അനദർ. ഓരോ ഇയറിലും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഒരേ രീതിയിൽ തന്നെയാണ്, കോൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം ആണ്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ് എന്നും നമ്മൾ പറയും. അപ്പോൾ ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് ആർ നോട്ട് ടു ബി കൺസിഡേർഡ് ബട്ട് ഓൺലി പോസിബിൾ ലോസസ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ഇപ്പം ബിസിനസ് പ്രാക്ടീസ് ആയാലും നമ്മൾ ചെയ്യുന്ന സമയത്ത് വി ഷുഡ് നോട്ട് ഓൾവേസ് തിങ്ക് അബൌട്ട് ദ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ബിസിനസ്സിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടാനുണ്ട്. അപ്പോൾ ആ ഒരു കിട്ടാനുള്ള പ്രോഫിറ്റിൻ്റെ ബേസിസിൽ ഇന്ന് നമ്മൾ നമ്മുടെ ഫങ്ഷൻസ് കുറയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലേ? വി ഷുഡ് ഫോളോ അവർ ഫങ്ഷൻസ്, വി ഷുഡ് ഡു അവർ ബിസിനസ് ഇൻ ദ ആൻറ്റിസിപ്പേഷൻ ഓഫ് ഗുഡ് റിസൾട്ട്, ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് ആൻറ്റിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ് വി ഷുഡ് നോട്ട് റെഡ്യൂസ് അവർ പ്രസൻറ്റ് വർക്ക്, അല്ലേ? അപ്പോൾ ആൻറ്റിസിപ്പേഷൻ ഓഫ് പ്രോഫിറ്റ് അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വി ഷുഡ് നോട്ട് റെഡ്യൂസ് അവർ പ്രസൻറ്റ് ബിസിനസ് എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. This principle states that anticipated profits are not to be considered but only possible losses എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത്. While recording business transaction, this is the policy of playing safe. On account of this fact, inventory is valued at cost or market price, whichever is lower. നമ്മൾ ഇൻവെൻറ്ററി വാല്യൂ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ്? കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലോവർ എന്ന രീതിയിലാണ് നമ്മൾ ഇൻവെൻറ്ററി വാല്യൂ ചെയ്യുന്നത്. സിമിലർലി എ പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ പോസിബിൾ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എഗെയിൻസ്റ്റ് കറൻറ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് എസ്പെഷ്യലി അപ്ലിക്കബിൾ ടു കറൻറ്റ് അസറ്റ്. ഇപ്പം യൂഷ്വലി കറൻറ്റ് അസറ്റിൻ്റെ കേസിലാണ് നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ യൂഷ്വലി നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഏതൊക്കെ പ്രിൻസിപ്പിളാണ് പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ ആദ്യം നമ്മൾ റവന്യൂ റിയലൈസേഷൻ കോൺസെപ്റ്റ് പ്രിൻസിപ്പിൾ പറഞ്ഞു, വെരിഫിയബിൾ ഒബ്ജക്റ്റീവ് പറഞ്ഞു, മാച്ചിങ് പ്രിൻസിപ്പിൾ പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ, ഡ്യുവൽ ആസ്പെക്റ്റ് പറഞ്ഞു. അതിനുശേഷം ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ, പിന്നെ നമ്മൾ മോഡിഫയിങ് പ്രിൻസിപ്പിൾ നോക്കി. മോഡിഫയിങ് പ്രിൻസിപ്പിൾ, പിന്നെ അതിൽ മോഡിഫയിങ് പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് മെറ്റീരിയാലിറ്റി, പിന്നെ അടുത്തത് വരുന്നതാണ് കോൺസിസ്റ്റൻസി, നെക്സ്റ്റ് വരുന്നതാണ് കൺസർവേറ്റിസം. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രിൻസിപ്പിൾ നോക്കാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ ടൈംലിനെസ് ആണ്. ടൈംലിനെസ് ആണ് നെക്സ്റ്റ് പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. Next is principle of timeliness.
Accounting information in the form of financial statements can be useful to the end users only when it is made available to them in time. അപ്പോൾ ദിസ് പ്രിൻസിപ്പിൾ പ്രൊവൈഡ് ഇമ്പോർട്ടൻസ് ടു ടൈം ഫാക്ടർ അല്ലേ. നമ്മളെപ്പോഴും അക്കൗണ്ടിങ്ങിൻ്റെ കേസാണെങ്കിലും അവിടെ നമ്മൾ ടൈമിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻഫോർമേഷൻ വി ആർ പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ടു ഔട്ട്സൈഡേഴ്സ് ഓർ യൂസേഴ്സ്, ദ ഇൻഫോർമേഷൻ ഷുഡ് ബി അവൈലബിൾ ടു ദ കറക്റ്റ് ടൈം അല്ലേ. ഇഫ് ദ മാനേജ്മെൻറ്റ് നീഡഡ് ദിസ് ഇൻഫോർമേഷൻ, മാനേജ്മെൻറ്റ് നീഡഡ് ദാറ്റ് ഇൻഫോർമേഷൻ ഇൻ കറക്റ്റ് ടൈം, ദെൻ ഓൺലി ദേ ക്യാൻ ടേക്ക് ഡിസിഷൻ മേക്കിംഗ് അറ്റ് പ്രോപ്പർ ടൈം അല്ലേ. അപ്പോൾ എപ്പോഴും വെൻ വി ആർ preparing the books of accounts and we are providing information to outsiders or management, time is an important factor. In case late and obsolete information is presented, appropriate, timely and rational decisions cannot be taken by the management അല്ലേ. നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഇൻഫോർമേഷൻ കറക്റ്റ് ആയിരിക്കുകയും വേണം, ടൈമിൽ നമ്മൾ ആ ഇൻഫോർമേഷൻ നീഡഡ് പേഴ്സൺ എത്തിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ടൈം ഫാക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈംലിനെസ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് സബ്സ്റ്റൻസ് ഓവർ ലീഗൽ ഫോം. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്, as per this principle, transactions and events are recorded in the books of accounts and presented in financial statements in accordance with their substance. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ദർ സബ്സ്റ്റൻസ്, അതിൻ്റെ സബ്സ്റ്റൻസ് അനുസരിച്ചായിരിക്കണം, ആൻഡ് നോട്ട് ലീഗാലിറ്റി, അതിൻ്റെ ലീഗാലിറ്റി അനുസരിച്ചല്ല എന്നതാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പ്രാക്ടീസ് ഇൻ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിൽ വരുന്ന പ്രാക്ടീസാണ് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ദ പ്രാക്ടീസ് ആൻഡ് മെത്തേഡ് ഓഫ് പ്രിവെയിലിംഗ് ഇൻ ദ പെർട്ടിക്കുലർ ഇൻഡസ്ട്രി. അപ്പം ഓരോ ഇൻഡസ്ട്രിയിലും അതിൻ്റെ ഒരു എന്ത് റൂളാണോ ഫോളോ ചെയ്യുന്നത്, എന്ത് പ്രാക്ടീസാണോ എന്ത് മെത്തേഡാണോ ആ ഇൻഡസ്ട്രീസ് ഫോളോ ചെയ്യുന്നത്, we should kept that in mind while recording and presenting accounting information. നമ്മൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും we should always kept in mind. അതാണ് ഈ ഒരു പ്രാക്ടീസ് ടു ഇൻഡസ്ട്രീസ് എന്നുള്ള ഈ ഒരു പ്രിൻസിപ്പിളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ്ങിൽ വരുന്ന പ്രിൻസിപ്പിൾസും അതുപോലെ അക്കൗണ്ടിങ്ങിൽ വരുന്ന കോൺസെപ്റ്റ്സും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമും ഈ ഒരു കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒഴിവാക്കിക്കൊണ്ട് എന്തായാലും എക്സാം ഉണ്ടാവില്ല. കാരണം അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓരോ പ്രിൻസിപ്പിളിലും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പഠിക്കുക. അപ്പോൾ അക്കോർഡിംഗ് ടു വിച്ച് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്